സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഫാഅത്തല്ലാതെ ഞങ്ങളിലില്ല ഹബീബേ സല്ലല്ലാഹു. പടച്ചവനായ റബ്ബ് അവന്റെ പടപ്പുകൾക്ക് അവനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി തുറന്നു വെച്ച വാതിലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രാജാതിരാജനായ റബ്ബിന്റെ കോടിക്കണക്കിന് വരുന്ന അടിമകൾക്കിടയിൽ നിന്ന് ആ അടിമകളുടെയും പടച്ചവന്റെയും ഇടയിലുള്ള ഇടയാളനായി അള്ളാഹു തെരഞ്ഞെടുത്തത് ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. ആ പരിശുദ്ധമായ മദ്ഹുകൾ പറയും തോറും നമ്മുടെ കൽബിന്റെ കറകൾ നീങ്ങിപ്പോകും. ആ സ്വലാത്തുകൾ ചൊല്ലും തോറും പ്രിയപ്പെട്ടവരെ നമ്മൾ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുത്തുകൊണ്ടിരിക്കും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. തൂ മുറാദേ കിബ്രിയാ മൗല തൂ കമാലേ അംബിയാ മൗല തൂ ഇമാമുൽ മുർസലീൻ തൂ മുറാദേ കിബ്രിയാ മൗല തൂ കമാലേ അംബിയാ മൗല തൂ ഇമാമുൽ മുർസലീൻ तू चुनीदा मुस्तफा तू खुदा का लाडला तू हमारा दिल नशी. നമ്മൾ നേരത്തെ പറഞ്ഞ വാക്കൊരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ്. ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പറയും തോറും ആ സ്വലാത്തുകൾ നമ്മൾ ചൊല്ലും തോറും രാജാതിരാജനായ റബ്ബിനോട് നമ്മൾ കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അറിയാത്തവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ലല്ലോ. പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പേരെടുത്തു പറയപ്പെട്ട പ്രവാചകരാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. മറ്റു അമ്പിയാക്കളിൽ നിന്ന് ഒരുപാട് മഹത്വങ്ങൾ മൂസാ നബി അലൈഹിസ്സലാമിനുണ്ട്. ആ മൂസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹുവിനോട് നേരിട്ട് സംസാരിക്കുവാനുള്ള മഹാഭാഗ്യം അള്ളാഹു നൽകിയിട്ടുണ്ട്. ആ മഹാനായ പ്രവാചകരെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയതനുസരിച്ച് മുസ്ലിമീങ്ങൾ ഒന്നടങ്കം മഹാനവറുകളെ വിശേഷിപ്പിക്കുന്നത് കലീമുല്ലാഹി മൂസ എന്നാണ് അലൈഹിസ്സലാം. അള്ളാഹുവിനോട് സംസാരിച്ച പ്രവാചകനാണത്. തിൽക്കർ റുസുലു ഫളൽനാ ബഅദഹും അലാ ബഅദ് മിൻഹും മൻ കല്ലമല്ലാഹു വറഫഅ ബഅദഹും ദറജാത്ത്. ചില അമ്പിയാക്കൾക്ക് മറ്റു ചിലരെക്കാൾ അല്ലാഹു മഹത്വം നൽകിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ മഹത്വം നൽകപ്പെട്ട പ്രവാചകനാണ് മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് 3 തവണ സംസാരിച്ചതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അതിലെ ഒന്നാമത്തെ തവണ മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വീട്ടിൽ നിന്ന് കുടുംബസമേതം. ശുഐബ് നബി അലൈഹിസ്സലാം താമസിച്ചിരുന്നത് മദിയൻ എന്ന പ്രദേശത്താണ്. മദിയൻ ഇന്നത്തെ ജോർഡാനിന്റെ ഭാഗമാണ്. ജോർഡാനിൽ നിന്ന് പടിഞ്ഞാറു ഭാഗത്താണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ നാടായ ഈജിപ്ത് ഉള്ളത്. അങ്ങനെ ജോർഡാനിൽ നിന്ന് പടിഞ്ഞാറു ഭാഗത്തേക്ക് സീനായി മരുഭൂമി പ്രദേശങ്ങൾ കടന്ന് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടിയിട്ട് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കുടുംബത്തോടൊപ്പം ഈജിപ്തിലേക്ക് തന്റെ ജന്മനാട്ടിലേക്ക് തിരിച്ചു വരുന്ന അവസരത്തില് 10,000-ഓളം കിലോമീറ്ററുകൾ വിസ്തൃതമായി കിടക്കുന്ന സീനായി മരുഭൂപ്രദേശങ്ങളിലൂടെ ആ രാത്രിയിൽ മഹാനവറുകൾ കടന്നു പോകുമ്പോൾ മുന്നോട്ട് കടന്നു പോവാൻ കഴിയാതെ ഒരു പ്രകാശത്തിന്റെ പൊട്ടുപോലും ഇല്ലാതെ വല്ലാത്ത കൂരിരുട്ടിൽ അദ്ദേഹം പ്രയാസപ്പെട്ടു പോയ നേരത്ത് അകലെ നിന്നൊരു വെളിച്ചം കാണുകയാണ്, ഒരു പ്രകാശം കാണുകയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ പ്രകാശത്തിന്റെ അരികിലേക്ക് കടന്നു ചെല്ലുകയാണ്. ചെല്ലുമ്പോ ഒരു മരം ഇങ്ങനെ നിന്ന് കത്തുകയാണ്, ഒരു മരം നിന്ന് പ്രകാശിക്കുകയാണ്. ദി ബേണിംഗ് ബുഷ് എന്നാണ് ആ മരം അറിയപ്പെടുന്നത്. 10,000 കൊല്ലങ്ങൾക്ക് ശേഷവും ആ മരം ഇന്നും ജീവനോടെ ഒരു അത്ഭുതമായി നിലനിൽക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം ആ മരത്തിന്റെ അരികിലെത്തുമ്പോൾ ആ മരം വല്ലാത്ത പ്രകാശം പൊഴിച്ചു നിൽക്കുകയാണ്. ആ മരത്തിന്റെ അരികിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു വിളിയാളം കേൾക്കുകയാണ്. യാ മൂസാ ഇന്നനീ അനല്ലാഹു റബ്ബുൽ ആലമീൻ. സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ അല്ലാഹുവാണ് ഞാൻ. എന്റെ കലാമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
എന്റെ പ്രകാശത്തിന്റെ അടയാളമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രകാശത്തിന്റെ അടയാളം, അള്ളാഹിന്റെ പ്രകാശം കാണാൻ കഴിയില്ലല്ലോ പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിന്റെ വർത്താനം കേൾക്കാൻ ഒരാൾക്ക് കഴിയില്ലല്ലോ. ആ വർത്തമാനത്തിന്റെ അടയാളങ്ങൾ മൂസാ നബി അലൈഹിസ്സലാം കേൾക്കുകയാണ്. ആ പ്രകാശത്തിന്റെ അടയാളങ്ങൾ മൂസാ നബി അലൈഹിസ്സലാം കാണുകയാണ്. അവിടെ വെച്ച് രാജാതിരാജനായ റബ്ബ് തആല മൂസാ നബിയോട് സംസാരിക്കുന്നു. വമാ തിൽക ബിയമീനിക യാ മൂസാ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കയ്യിൽ ഒരു വടിയുണ്ടായിരുന്നു. ആ വടി ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ കയ്യിൽ നിന്ന് ലഭിച്ചതാണ്. ശുഐബ് നബി അലൈഹിസ്സലാമിനോ അത് മുമ്പുള്ള പ്രവാചകന്മാരിൽ നിന്ന് അനന്തരമായി കിട്ടിയതാണ്. അവർക്കത് ലഭിച്ചത് ആദം നബി അലൈഹിസ്സലാമിൽ നിന്നാണ്. ആദം നബി അലൈഹിസ്സലാം അത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ആ വടിയാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ കയ്യിലുള്ളത്. ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രം പറയുന്ന ആ വിശുദ്ധമായ വടി, അമ്പിയാക്കളുടെ ബറക്കത്തുള്ള വടി. അള്ളാഹു ചോദിക്കുകയാണ്, മൂസാ നബിയെ, നിങ്ങളുടെ കൈകളിൽ എന്താണ്? മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഈ വടി കുത്തിപ്പിടിച്ചുകൊണ്ടാണ് ഞാൻ നടക്കുന്നത്. എന്റെ ആടുകൾക്ക് ഇല പൊഴിച്ചു കൊടുക്കുന്നത് ഈ വടി കൊണ്ടാണ്. പിന്നെയും ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അള്ളാഹു ചോദിക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാം മറുപടി പറയുന്നു. ആ മഹത്തായ രാത്രിയിൽ, പ്രകാശം ഇറങ്ങിയ രാത്രിയിൽ മൂസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹു നുബൂവത്ത് നൽകുകയാണ്. അതാണ് മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് സംസാരിച്ച ഒന്നാമത്തെ സന്ദർഭം. രണ്ടാമത്തെ സന്ദർഭം, മൂസാ നബി അലൈഹിസ്സലാം തന്റെ ഉമ്മത്തില് ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുത്തിക്കൊണ്ടിരുന്ന കാലത്ത് രാജാതിരാജനായ റബ്ബ് തആല മൂസാ നബി അലൈഹിസ്സലാമിനെ തൂരി സീനാ പർവ്വതത്തിന്റെ മുകളിലേക്ക് വിളിക്കുകയാണ്. 40 ദിവസം നോമ്പെടുക്കാൻ വേണ്ടി കൽപ്പിച്ചു. 40 ദിവസം രാത്രിയും പകലും ഭക്ഷണമില്ലാതെ നോമ്പെടുത്ത് ആത്മീയമായ പരിശുദ്ധി കരസ്ഥമാക്കിയിട്ട് മൂസാ നബി അലൈഹിസ്സലാം തൂരി സീനാ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറുകയാണ്. സീനായി പ്രദേശം എന്ന് പറയുന്നത് ഏകദേശം 3000-ഓളം കിലോമീറ്ററുകൾ വിസ്തൃതമായി കിടക്കുന്ന ഒരു വിശാലമായ പ്രദേശമാണ്. അവിടെ 100 കണക്കിന് മലകളുണ്ട്. ആ മലകളുടെ കൂട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള രണ്ടാമത്തെ പർവ്വതമാണ് ജബൽ മൂസ എന്നറിയപ്പെടുന്ന പർവ്വതം. ആയിരക്കണക്കിന് മീറ്റർ ഉയരമുള്ള ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് മണിക്കൂറുകൾ നടന്ന് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ മലമുകളിലേക്ക് കയറുകയാണ്. അവിടെ വെച്ചാണ് തൗറാത്ത് എന്ന് പറയുന്ന പരിശുദ്ധമായ ഗ്രന്ഥം അല്ലാഹു മൂസാ നബി അലൈഹിസ്സലാമിന് നൽകുന്നത്. അവിടെ വെച്ചാണ് രണ്ടാമതും അല്ലാഹുവിനോട് സംസാരിക്കുന്നത്. ആ സംസാരത്തിന്റെ നേരത്താണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞത്, റബ്ബി അരിനി അൻദുർ ഇലൈക്. അല്ലാഹുവേ, നിന്നെയൊന്നു കാണാൻ എനിക്ക് നീ ഭാഗ്യം തരുമോ പടച്ചവനെ? നിന്റെ സംസാരം കേൾക്കുവാൻ പോലും ഇത്ര മനോഹരമാണെങ്കിൽ, നിന്റെ സാന്നിധ്യം ഇത്രമേൽ ആത്മീയമായ ഉന്നതി നൽകുന്നുവെങ്കിൽ, ഇത്രമേൽ മാധുര്യമുള്ളതാണെങ്കിൽ, അല്ലാഹുവേ, നിന്നെയൊന്നു കാണാൻ എനിക്ക് ഭാഗ്യം തരുമോ അല്ലാഹു പറഞ്ഞ മറുപടി എന്താണ്? ലൻ തറാനി. മൂസാ നബിയെ, നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ല. എന്നെ കാണാൻ നിങ്ങൾക്ക് കഴിയില്ല. ആ കണ്ണുകൾക്ക് അതിനുള്ള ത്രാണിയില്ല. വലാകിൻ ഉൻദുർ ഇലൽ ജബലി ഫഇൻ ഇസ്തഖറ മകാനഹു ഫസൗഫ തറാനി. നിങ്ങൾ എന്നോട് ചോദിച്ചതല്ലേ, എങ്ങനെയാ നിങ്ങൾ ചോദിച്ചാൽ ഇത് തട്ടിക്കളയാ? നിങ്ങളുടെ ആവശ്യം എങ്ങനെയാ കണ്ടില്ലെന്ന് നടിക്കുക? അതുകൊണ്ട് ആ കാണുന്ന പർവ്വതം അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കാണാം. ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽ ജബലി ജഅലഹു ദക്കാ വഖറ മൂസാ സഇഖാ. ലോകരക്ഷിതാവായ രാജാതിരാജനായ റബ്ബിന്റെ തജല്ലിയാത്തിന്റെ നൂറാനീയത്തിന്റെ കോടാനക്കോടി വരുന്ന അംശങ്ങളിൽ ഒന്നിന്റെ അടയാളം ആ പർവ്വതത്തിന്റെ മുകളിൽ പ്രകടമാകാൻ ഒരുങ്ങിയപ്പോ ആ കരിങ്കല്ല് കൊണ്ടുള്ള പർവ്വതം പൊടിഞ്ഞു പൊടിയായി മണൽ തരികളായി മാറിപ്പോവുകയാണ്. ആ കാഴ്ച കണ്ടു നിൽക്കാൻ കഴിയാതെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ബോധരഹിതനായി വീണു പോവുകയാണ്. ആ ബോധം തെളിഞ്ഞപ്പോ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞത്, ഖാല സുബ്ഹാനക്, പടച്ചോനെ നീ എത്ര പരിശുദ്ധനാണ് റബ്ബേ. നിന്നെ കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചത് പോലും തെറ്റായി പോയി പടച്ചോനെ. തുബ്തു ഇലൈക്, അല്ലാഹുവേ, ഞാനിതാ തെറ്റിൽ നിന്ന് ഖേദിച്ചു മടങ്ങുകയാണ്. എന്റെ തെറ്റുകൾ നീ പുറത്തു തരണേ അല്ലാഹ്.
മൂസാ നബി അലൈഹിസ്സലാം 40 ദിവസം നോമ്പെടുത്തിട്ട് ആ തൂരി സീനാ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി ചെന്നിട്ടും അള്ളാഹുവിനെ കാണാൻ പറ്റിയില്ല. അള്ളാഹുവിനോട് കേണപേക്ഷിച്ചു, പടച്ചവനെ നിന്നെ ഒന്ന് കാണാൻ എനിക്ക് ഭാഗ്യം തരുമോ? എന്നിട്ടും അള്ളാഹു അവസരം നൽകിയില്ല. എന്നാൽ ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ പരിശുദ്ധമായ റജബിന്റെ 27ാമത്തെ രാവിലെ അവിടുന്ന് പരിശുദ്ധ മക്കത്ത് ഉമ്മു ഹാനി ബീവിയുടെ വീട്ടിൽ അവിടുന്ന് കിടന്നുറങ്ങുകയാണ്. അവിടുന്ന് ഉറങ്ങാൻ. മൂസാ നബി അലൈഹി സ്വലാമിനെ പോലെ 40 ദിവസം നോമ്പെടുത്തിട്ടില്ല. അവിടുന്ന് ഒന്നും അറിയാതെ ഉറങ്ങുകയാണ്. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചു വരുത്തിയിട്ട്, ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞയച്ചിട്ട് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു വിളിച്ചു വരുത്തുകയാണ്. എവിടേക്ക്? തൂരി സീനാ പർവ്വതത്തിന്റെ മുകളിലേക്കല്ല, 7 ആകാശങ്ങൾക്ക് അപ്പുറത്തേക്ക്. സിദ്റത്തുൽ മുൻതഹായുടെയും ഷജറത്തുൽ മുൻതഹായുടെയും ബൈത്തുൻ നൂറിന്റെയും ബൈത്തുൽ ഇസ്സയുടെയും അപ്പുറത്തേക്ക് പ്രകാശത്തിന്റെ സമുദ്രം കടന്ന് പ്രപഞ്ചത്തിന്റെ അതിർത്തിയും കടന്ന് രാജാതിരാജനായ റബ്ബിന്റെ രാജകീയ ദർബാറിൽ എത്തിച്ചേരുന്നു ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂസാ നബി ബോധം കെട്ട പോലെ മുത്തുനബി തങ്ങൾ ബോധം കെട്ടുപോയില്ല. മൂസാ നബി തളർന്നു പോയ പോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തളർന്നു വീണു പോയില്ല. തൂരി സീനാ കേറി മൂസ റബ്ബെ കണ്ടില്ല. ഖാബ ഖൗസൈൻ പോലിരുന്നു നൂർ സല്ലല്ലാഹ്. തൂരി സീനാ കേറി മൂസ റബ്ബെ കണ്ടില്ല. ഖാബ ഖൗസൈൻ പോലിരുന്നു നൂർ സല്ലല്ലാഹ്. ആ സുവർണ കാലമേ ഞാൻ കണ്ണിൽ കണ്ടില്ല. ത്വയ്ബയിൽ പിറന്നിടാൻ ഞാൻ ഭാഗ്യവാനല്ല. ആ സുവർണ കാലമേ ഞാൻ കണ്ണിൽ കണ്ടില്ല. ത്വയ്ബയിൽ പിറന്നിടാൻ ഞാൻ ഭാഗ്യവാനല്ല. സുബ്ഹി ബാങ്കിൻ നേരത്ത് പലരുമാമദീനത്ത് പച്ച കുബ്ബ ചോടെ നിന്ന് അസ്സലാമൊഴിയേ. പാപി ഞാനകലയാണ്, മോഹമാതിരുറോളയാണ്. കരുണമന്ദിരമാമദീന കാണുവാൻ കൊതിയേ. കനവിലങ്ങ് വിരുന്നു വന്നാൽ കൽബ് ഞാൻ പകുത്തു നൽകാം. കാത്തിരുന്നു നിരാശയാലെ പാടിയ നബിയേ. സയ്യിദുനാ മൂസൽ കലീം അലൈഹിസ്സലാത്തു വസ്സലാം 40 ദിവസം നോമ്പെടുത്തിട്ട് അല്ല പറഞ്ഞ സ്ഥലത്തേക്ക് ആ മല കയറി ചെന്ന് രാജാതിരാജനായ റബ്ബിനോട് കേണപേക്ഷിച്ചിട്ടും അള്ളാഹു ആ അവസരം കൊടുത്തില്ല, ആ സൗഭാഗ്യം നൽകിയില്ല. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ആവശ്യമില്ലാതെ, അങ്ങനെ ഒരു തേട്ടത്തിന്റെ ആവശ്യമില്ലാതെ, അങ്ങനെ ഒരു അപേക്ഷയുടെ ആവശ്യമില്ലാതെ, അങ്ങനെ ഒന്ന് നോമ്പെടുക്കേണ്ടതിന്റെ കാര്യമില്ലാതെ അങ്ങ് ആകാശങ്ങൾക്കപ്പുറത്തേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു വിളിച്ചു വരുത്തുകയാണ്. നൂറ് സേ നൂറ് മിൽനെ ചലാ ഹേ, നൂറ് സേ നൂറ് മിൽനെ ചലാ ഹേ, मुस्तफा से खुदा कह रहा है, ये मेराज के रात प्यारे, ये मेराज के रात प्यारे, अपने चेहरे से पर्दा हटा लो, ये मेराज के रात प्यारे, अपने चेहरे से पर्दा हटा लो. ആ മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു ഒരിക്കൽ പറഞ്ഞു, മൂസാ നബിയെ 10,000 മനുഷ്യന്മാരുടെ കാഴ്ച ശക്തി നിങ്ങൾക്ക് ഞാൻ തന്നപ്പോഴാണ് എൻ്റെ പ്രകാശം നിങ്ങൾ കണ്ടത്. 10,000 മനുഷ്യരുടെ കേൾവി ശക്തി നിങ്ങൾക്ക് ഞാൻ തന്നപ്പോഴാണ് എൻ്റെ സംസാരം നിങ്ങൾ കേട്ടത്, എൻ്റെ കലാമ് നിങ്ങൾ കേട്ടത്.
മൂസാ നബിയെ, പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ എന്നോട് ഏറ്റവും കൂടുതൽ അടുത്തത് ഏത് സമയത്താണെന്നറിയോ? നിങ്ങളെ ഞാൻ എന്നോട് ഏറ്റവും കൂടുതൽ അടുപ്പിച്ചത് ഏത് സമയത്താണെന്നറിയോ? അങ്ങ് തൂരി സീനാ പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് നിങ്ങൾ തൗറാത്ത് സ്വീകരിച്ച നേരത്തല്ല. അന്ന് സീനായി മരുഭൂപ്രദേശങ്ങളിലൂടെ ഇരുട്ടിൽ വഴി കാണാതെ നിങ്ങൾ പ്രയാസപ്പെടുന്ന നേരത്ത് നിങ്ങൾക്ക് ഞാൻ നുബൂവത്ത് തന്ന ആ മനോഹരമായ പ്രകാശം ഇറങ്ങിയ രാത്രിയിലല്ല. നിങ്ങൾ എന്നോട് ഏറ്റവും കൂടുതൽ അടുത്തത് എൻ്റെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നിങ്ങൾ എപ്പോൾ സ്വലാത്ത് ചെല്ലുന്നുണ്ടോ ആ സമയത്താണ് നിങ്ങൾ എന്നോട് ഏറ്റവും കൂടുതൽ അടുത്തത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ വളരെയേറെ സ്ഥാനമുള്ള മൂസാ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ടയാളല്ല മൂസാ നബി അലൈഹിസ്സലാം. ഹബീബായ തങ്ങൾ പിറക്കുന്നതിന്റെ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായി പോയ പ്രവാചകരാണ്. ആ പ്രവാചകർക്ക് പോലും അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമുണ്ടായത് മുത്തുനബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയപ്പോഴാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഹബീബിന്റെ ഉമ്മത്തായി പിറന്നവരല്ലേ നമ്മള്? ആ ഉമ്മത്തിൽ ഒരാളായി പിറക്കാൻ ഭാഗ്യം ലഭിച്ചവരല്ലേ നമ്മള്? നമ്മൾ ആ ഹബീബിന്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് അല്ലാഹു നൽകുന്ന സ്ഥാനം എത്രയാണ്, എത്രമേൽ നമ്മൾ അല്ലാഹുവിന്റെ അരികിലേക്ക് അടുക്കുമെന്നതിന് നമ്മുടെ കയ്യിൽ ഒരു കണക്കുണ്ടോ പ്രിയപ്പെട്ടവരെ? അത് പറയാനത് അത് അളന്നു തിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കുമോ പ്രിയപ്പെട്ടവരെ? സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയേ കരുണ കടലോരേ മുത്തുനബി ശഫീഉൽ ഉമ്മ സ്വല്ലല്ലാഹു. ഉറക്കെ ചൊല്ലൂ പ്രിയപ്പെട്ടവരെ, ആ സ്വലാത്തിന്റെ മഹത്വം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ചൊല്ലൂ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മണിമുത്ത് മദീനയിലാണോ മന്ദാര ചെപ്പിന്നഴകാണോ? സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയേ മുഹമ്മദ് നബിയേ, നബിമാരിലുള്ള തണിയേ സ്വല്ലല്ലാഹു. നല്ല ശബ്ദത്തിൽ ചൊല്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ അരികിൽ കിടക്കുന്ന മഹാൻ ഈ സ്വലാത്ത് കേട്ട് സന്തോഷിക്കണം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ശഫാഅത്തല്ലാതെ ഞങ്ങളിലില്ല ഹബീബേ സ്വല്ലല്ലാഹു വസല്ലം. മഹ്ശറിൽ കഠിന സമയത്തോ ഉമ്മത്തി എന്നൂരത്തോരേ സ്വല്ലല്ലാഹു വസല്ലം. ഇതുപോലെ സ്നേഹിക്കപ്പെട്ട ഒരാൾ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല. ഇതുപോലെ ആദരിക്കപ്പെട്ട ഒരാൾ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല. ഇതുപോലെ ബഹുമാനിക്കപ്പെട്ട ഒരാൾ മനുഷ്യകുലത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ കടന്നു വന്നിട്ടില്ല. ഒന്നോർത്തു നോക്കൂ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടില് ഒരു 50 കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയ ഒരാളെ കുറിച്ച് ഇവിടെ നിന്ന് പറയാൻ പറഞ്ഞാൽ ആർക്ക് പറയാൻ കഴിയും? ഒരു 100 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്ന, നമ്മുടെ നാട്ടിൽ തന്നെ ജീവിച്ചു മരിച്ചു, നമ്മുടെ നാട്ടിലെ ഖബർസ്ഥാനിൽ അന്തി ഉറങ്ങുന്ന 100 കൊല്ലം മുമ്പ് ജീവിച്ച ഒരാളെ കുറിച്ച്, അയാൾ എത്ര വലിയ പ്രമാണിയായിക്കൊള്ളട്ടെ, ആ മനുഷ്യനെ കുറിച്ചൊന്ന് പറയാൻ ഇപ്പൊ ആവശ്യപ്പെട്ടാല് ആർക്ക് കഴിയും പ്രിയപ്പെട്ടവരെ? ആ മനുഷ്യന്റെ മരണത്തോടുകൂടി ആ ഓർമ്മകൾ മണ്ണോട് ചേരുകയാണ്. എന്നാൽ 1500 വർഷങ്ങളാണ് കഴിഞ്ഞു പോയിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ലോകത്തുള്ള കോടാനക്കോടി വരുന്ന വിശ്വാസി ലക്ഷങ്ങളുടെ മാനസാന്തരങ്ങളിൽ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ആത്മാവിനോട് ഏറ്റവും അടുത്തവരായി നിലകൊള്ളുകയാണ്.
ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്തിയുറങ്ങുന്ന പരിശുദ്ധമായ മദീനയെ പോലെ സ്നേഹിക്കപ്പെട്ട ഒരു നഗരം പ്രിയപ്പെട്ടവരെ ചരിത്രത്തിൽ ഈ ഭൂമിയിൽ തന്നെ, ഈ ഭൂമിയിൽ മനുഷ്യകുലത്തിന്റെ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടോ? ആ നാടിന്റെ പേര് പോലും ആൾക്കാർ മറന്നില്ലേ? മദീന. മദീന എന്ന് പറഞ്ഞാൽ പട്ടണം എന്നാണ് അർത്ഥം. മദീന എന്ന് പറഞ്ഞാൽ പട്ടണം എന്ന് മാത്രമാണ് അർത്ഥമുള്ളത്. മദീന എന്നുള്ളത് ആ സ്ഥലത്തിന്റെ പേരല്ല. ആ സ്ഥലത്തിന്റെ പേര് വേറെയാണ്. യസ്രിബ് എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നതോടുകൂടി ആ സ്ഥലത്തിന്റെ പേര് മദീനത്തുൻ നബി, മുത്ത് നബി തങ്ങളുടെ പട്ടണം എന്നായി മാറി. മദീന എന്ന മറ്റൊന്നിനോടും ചേർക്കാതെ നമ്മൾ പറഞ്ഞാൽ അവിടെ രണ്ടാമതിനർത്ഥമില്ല. ഞാൻ മദീനയിൽ പോവാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ആ മഹനീയ നഗരത്തിലേക്ക് പോകുന്നു എന്നാണ്. സ്നേഹത്തിന്റെ നഗരം എന്ന് പറയപ്പെടാൻ കഴിയുന്ന മറ്റേതു നഗരമുണ്ട് പ്രിയപ്പെട്ടവരെ? ഓ ഷഹറെ മോഹബ്ബത്ത് ജഹാ മുസ്തഫാ ഹൈ, വഹി ഘർ ബനാനെ को दिल चाहता है, वो सोने से कंगड़, वो चांदी सी मट्टी, नजर में बसाने को दिल चाहता है. ആ മനോഹരമായ സ്നേഹ നഗരത്തിൽ ഒരുപാട് കാലം താമസിക്കാൻ, അവിടെ വീടെടുത്തുകൊണ്ട് താമസിക്കാൻ മനസ്സുവല്ലാതെ ആഗ്രഹിക്കുകയാണ്. ആ മണ്ണുകൾ വാരിയെടുത്ത് കണ്ണിനോട് ചേർത്ത് പിടിക്കാൻ മനസ്സുവല്ലാതെ കൊതിക്കാത്ത ഏത് വിശ്വാസികളാണ് പ്രിയപ്പെട്ടവരെ ഈ ഭൂമി ലോകത്തുള്ളത്? ആ പരിശുദ്ധമായ മദീനത്തേക്ക് നിങ്ങളുടെ ഓർമ്മകൾ ഞാൻ കൊണ്ടുപോവുകയാണ്. ഇന്ന് കാണുന്ന അമ്പരചുംബികളായ കെട്ടിടങ്ങൾ ഉയർന്നു നിൽക്കുന്ന ഒരു മഹാനഗരമായി ഉഹദിന്റെ മടിത്തട്ടിൽ പരിലസിക്കുന്ന മദീനയിലേക്കല്ല, 1400 വർഷങ്ങൾക്ക് മുമ്പ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്ന മദീന എന്ന കൊച്ചു പട്ടണത്തിലേക്ക്, ആ കാർഷിക ഗ്രാമത്തിലേക്ക്, ഈത്തപ്പനകളും മറ്റു കൃഷികളും വളരുന്ന മനോഹരമായ ഉഹദിന്റെ മടിത്തട്ടിൽ മനോഹരമായി ഉറങ്ങുന്ന ആ മദീന എന്ന കൊച്ചു പട്ടണത്തിലേക്ക് പ്രിയപ്പെട്ടവരെ, അവിടെയുള്ളതെല്ലാം ചെറിയ ചെറിയ കുടിലുകളാണ്. ആ കുടിലുകളുടെ മേൽക്കൂരകൾ ഈത്തപ്പനയോല കൊണ്ട് മേഞ്ഞതാണ്. ചില കുടിലുകൾക്ക് മേൽക്കൂരകൾ പോലുമില്ല. അതിന്റെ ചുമരുകൾ കല്ലുകൾ അടുക്കി വെച്ചു അതിൽ മണ്ണ് പുരട്ടിയിട്ട് പടുത്തുയർത്തിയ ചെറിയ ചെറിയ ചുമരുകളാണ്. ആ മനോഹരമായ കൊച്ചു പട്ടണത്തിൽ മസ്ജിദുൻ നബവി എന്ന പരിശുദ്ധമായ മസ്ജിദിന്റെ തൊട്ടുചാരയായി ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനോഹരമായ വീട്. മനോഹരമായ വീട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഭൗതികമായ സൗകര്യങ്ങളിലല്ല. ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാര് താമസിച്ചിരുന്ന വീടുകളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ഹുജ്റത്ത് എന്നാണ്. ഹുജ്റത്ത് എന്ന് പറഞ്ഞാൽ റൂം എന്നാണ് അർത്ഥം. വീടിന് ബൈത്ത് എന്നാണ് പറയാ, അല്ലെങ്കിൽ ദാറ് എന്നാണ് പറയാ. മുത്തുനബി തങ്ങളുടെ വീടുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഹുജ്റ എന്നാണ്. അതൊരു റൂമായിരുന്നു, ഒറ്റമുറിയായിരുന്നു അത്. ആ മുറി തന്നെയാണ് അവരുടെ ബെഡ്റൂം, അത് തന്നെയാണ് അവരുടെ അടുക്കള, അത് തന്നെയാണ് ആ വീട്ടിൽ എന്തെല്ലാം സൗകര്യങ്ങൾ വേണമോ അതിനെല്ലാം ഉപയോഗപ്പെടുത്തുന്നത്. അവിടെയാണ് അതിഥികൾ സ്വീകരിക്കപ്പെടുന്നത്, അവിടെയാണ് ആളുകൾക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നത്, അവിടെയാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹയുമായി ഇറങ്ങി വരുന്നത്. അവിടെയാണ് പ്രിയപ്പെട്ട സ്വഹാബിമാർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വന്നത്. പനയോലയിലൊരു കുടിലാണേ, ഭവനങ്ങളിലതു നിധിയാണേ, പടിവാതിൽ ചെറുതടിയാണേ, നബി തങ്ങളുടെ പൂങ്കുടിലാണേ. പനയോലയിലൊരു കുടിലാണേ, ഭവനങ്ങളിലതു നിധിയാണേ, പടിവാതിൽ ചെറുതടിയാണേ, നബി തങ്ങളുടെ പൂങ്കുടിലാണേ. കനിവാം നബിയോരുടെ ഇരപകലുകൾ കണ്ടേ, ഖൈറാം സ്വഹബോരുടെ ഇടപെടലുകൾ കണ്ടേ,
അതു കേട്ടു സിദ്ദീഖിൻ വിളിയാളം യാ റസൂലേ. അതിർപ്പൂവാം ബിലാലിൻ സ്വരനാദം യാ റസൂലേ. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു നേരം മുത്തുനബി തങ്ങളെ കാണാതിരുന്നാൽ മനസ്സിന് വല്ലാത്ത ഭാരമാണ്. ഹബീബിനെ കാണാനുള്ള വല്ലാത്ത കൊതിയോടെ ഓടി വന്നതാ വീട്ടിലേക്കാണ്. സുബ്ഹിയുടെ നേരത്ത് മഹാനായ മുഅദ്ദിനു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി തങ്ങളുടെ മുഅദ്ദിനായിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു കടന്നു വന്ന് ഹബീബിനെ വിളിക്കുമ്പോൾ ആ ശബ്ദങ്ങൾ അലകടിച്ചത് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനോഹരമായ ആ വീട്ടിലാണ്. തന്റെ ജീവിതത്തിന്റെ നല്ല പാതയായിരുന്ന സയ്യിദത്തുനാ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോടൊപ്പം ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ കഴിച്ചുകൂട്ടിയത് ആ ചെറിയ കുടിലിലാണ്. ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ആ വീട്ടിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പരിശുദ്ധമായ ചെരുപ്പ് തുന്നി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെരുപ്പ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നൂല് നൂറ്റുകൊണ്ടിരിക്കുകയാണ്, വസ്ത്രം നെയ്തുകൊണ്ടിരിക്കുകയാണ്. മനോഹരമായ ഒരു ചരിത്ര പശ്ചാത്തലമാണ്. ആ രംഗം പോലെ നമ്മൾ ഓർത്തു നോക്കൂ പ്രിയപ്പെട്ടവരെ. ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാര്യമായ ഒരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അവിടുത്തെ മനോഹരമായ നെറ്റിത്തടത്തിൽ വിയർപ്പ് കണങ്ങൾ പൊടിയുകയാണ്. ആ വിയർപ്പ് കണങ്ങളിൽ മനോഹരമായ പ്രകാശം വന്ന് പ്രതിഫലിക്കുകയാണ്. ചിലപ്പോൾ പകൽ സമയമായിരിക്കാം. അപ്പൊ സൂര്യവെളിച്ചമേറ്റുകൊണ്ടോ മറ്റോ ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ നെറ്റിത്തടത്തിലെ വിയർപ്പ് കണങ്ങൾ തിളങ്ങുകയാണ്. ഒരു സൂര്യപ്രകാശം ഇല്ലെങ്കിലും ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രകാശം തന്നെയാണല്ലോ. ഫജാഅ മുഹമ്മദ് സിറാജം മുനീറാ فصلوا عليه كثيرا كثيرا فجاء محمد سراجا منيرا فصلوا عليه كثيرا كثيرا تیرا حسن روشن ہے دونوں جہاں میں तेरी नात कैसे कहाँ से कहूँ मैं तेरा हुस्न रोशन है दोनों जहाँ में तेरी नात कैसे कहाँ से कहूँ मैं. ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ പൂമുഖം പ്രകാശിക്കുകയാണ്. ആ മനോഹരമായ നെറ്റിത്തടത്തിൽ വല്ലാത്ത വിയർപ്പ് കണങ്ങൾ ഇങ്ങനെ അതിങ്ങനെ മുത്തുമണികളെ പോലെ ഉതിർന്നു കിടക്കുകയാണ്. ആ വിയർപ്പ് കണങ്ങളിൽ പ്രകാശം തിളങ്ങുകയാണ്. അതുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സ്തബ്ധയായി നിൽക്കുകയാണ്, അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ഹദീസിൽ അങ്ങനെ തന്നെയുള്ളത്. ഫബുഹിത്തു എന്നാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ട് ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂമുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ്. ആ കാഴ്ച മുത്ത് നബി തങ്ങൾ കണ്ടു. അവിടെ നിന്ന് ചോദിച്ചു, മാലക്കി ആയിഷ, നിങ്ങൾക്ക് എന്ത് പറ്റി? ബുഹിത്തി, നിങ്ങൾ എന്താ ഇങ്ങനെ അന്താളിച്ചു നോക്കി നിൽക്കുന്നത്? അപ്പൊ പറഞ്ഞു, നബിയേ, ആ പരിശുദ്ധമായ നെറ്റിത്തടത്തിൽ ഇതാ മുത്തുമണികളെ പോലെ ഉതിർന്നു കിടക്കുന്ന വിയർപ്പ് കണങ്ങളിൽ പ്രകാശം തിളങ്ങുന്നു നബിയേ. ഞാനത് കണ്ടിങ്ങനെ നോക്കി നിന്നു പോയതാണ്. എന്നിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയേ, അറബ് സാഹിത്യത്തിലെ വളരെ പ്രസിദ്ധനായിരുന്ന അബൂ കബീറുൽ ഹുദലി എന്ന് പറയുന്ന ആ സാഹിത്യകാരൻ മനോഹരമായൊരു കവിത പാടിയിട്ടുണ്ട്. ആ കവിത അങ്ങയെ കണ്ടിരുന്നെങ്കിൽ നബി, അങ്ങയെ പറ്റി അദ്ദേഹം പാടുമായിരുന്നു. അത്ര മനോഹരമായ കവിത. അത് അങ്ങേക്കല്ലാതെ വേറെ ആർക്കും ചേരൂല നബിയെ എന്ന് പറഞ്ഞപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ആയിഷ, ഏതാണ് ആ കവിത, ഒന്ന് പാടിത്തരുമോ? അപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പാടിക്കൊടുക്കുകയാണ്. വമുബറഇം മിൻ കുല്ലി ഗുബ്ബാരി ഹൈളതി وفساد مرضعة وداء المغيلي وإذا نظرت إلى أسرات وجهه
ബറഖത്ക ബർഖിൽ ആരിദിൽ മുതഹല്ലിലി. നബിയെ, അങ്ങയുടെ പരിശുദ്ധമായ പൂമുഖം കണ്ടാൽ വൈകുന്നേര സമയത്ത് സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്ന മേഘങ്ങളുടെ പ്രകാശമാണ് അത് തോന്നിപ്പിക്കുന്നത് യാ റസൂലല്ലാഹ്. അത് അബൂ കബീറുൽ ഹുദലി എന്ന് പറയുന്ന സാഹിത്യകാരൻ വേറെ ആരെയോ കുറിച്ച് പാടിയതാണ്. പക്ഷെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ആ കവിയെങ്ങാനും നബിയെ അങ്ങയെ കണ്ടിരുന്നെങ്കിൽ ഈ മനോഹരമായ കവിത അങ്ങയെ പറ്റി പാടുമായിരുന്നു യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങയെ എങ്ങിനെ ചന്ദ്രനോടുപമിക്കും, തിങ്കളിൻ ചന്തവും തങ്ങളല്ലേ. അങ്ങകലെ കത്തി നിൽക്കുന്ന സൂര്യനും അവിടുത്തെ നൂറിൽ നിന്നൽപ്പമല്ലേ. സ്വർഗത്തിന് സൗന്ദര്യം പോലും ഹബീബിൻ്റെ പരിശുദ്ധിയിൽ നിന്നൊരൽപ്പമല്ലേ. ഉപമിക്കാൻ പറ്റാത്തൊരത്ഭുതമേ, ഉപകാരമായി മാത്രം വന്ന മീമേ. ഉപദേശമോ സലാമിൻ കലാമേ, ഉപലോകവും വാഴ്ത്തും നബി കരീമേ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഈ വർത്തമാനം മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അവിടെ നെടുന്നേറ്റ് വരികയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ ചേർത്ത് പിടിക്കുകയാണ്. ആ നെറ്റിത്തടത്തിൽ ചുംബനമർപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ആയിഷ ജസാകില്ലാഹു ഖൈറൻ യാ ആയിഷ. ആയിഷ, നിങ്ങൾക്ക് അല്ലാഹു ഖൈർ പകരം തരട്ടെ. എന്നെ സന്തോഷിപ്പിച്ചതിന് പകരം അല്ലാഹ് നിങ്ങളെ സന്തോഷിപ്പിക്കട്ടെ. കാരണം ഇതുപോലത്തെ ഒരു സന്തോഷം ആയിഷ നിങ്ങളിൽ നിന്ന് എനിക്ക് മുമ്പുണ്ടായിട്ടില്ല. അത്രയേറെ എനിക്ക് സന്തോഷമായി എന്ന് ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയാൻ. എത്ര മനോഹരമായ ജീവിതമാണ് പ്രിയപ്പെട്ടവരെ, എത്ര സുന്ദരമായ കുടുംബ ജീവിതമാണ്. നമുക്കൊക്കെ 10 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ മടുത്തു, 5 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ മടുത്തു. പിന്നെ എന്നും വഴക്കും വക്കാണവും തർക്കങ്ങളും ബഹളങ്ങളുമാണ്. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ സമയത്ത് എത്ര വയസ്സുണ്ടെന്ന് കൂടി നമ്മൾ ആലോചിക്കണം. മദീനയിൽ വെച്ചായി സംഭവം നടക്കുന്നത്. 53-ാമത്തെ വയസ്സിലാണ് മുത്ത് നബി തങ്ങൾ മദീനയിൽ പോകുന്നത്. അപ്പൊ എന്തായാലും അതിന് ശേഷമല്ലേ. ആ സമയത്തും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ച സ്നേഹത്തിന്റെ ആഴം എത്രയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ജീവിച്ച ആ മനോഹരമായ കുടുംബ ജീവിതത്തിന്റെ മാധുര്യം എത്രയാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ സന്തോഷത്തിൽ ഇരിക്കുന്നത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കാണുകയാണ്. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആ സന്ദർഭം മുതലാക്കിയിട്ട് മുത്ത് നബി തങ്ങളോട് പറഞ്ഞു, നബിയെ, നിങ്ങൾ ഈ സമയത്ത് എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുമോ യാ റസൂലല്ലാഹ്. നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യൂ. നബി തങ്ങൾ നല്ല സന്തോഷത്തിലാണ്, നല്ല റാഹത്തിലാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ ചോദിച്ചു, നബിയെ, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുമോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുകയാണ്. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട ആയിഷയുടെ മുമ്പ് കഴിഞ്ഞ തെറ്റുകളും ഇനി വരാനിരിക്കുന്ന കാലത്തെ തെറ്റുകളും സകലതും നീ പൊറുത്തു കൊടുക്കണേ അല്ലാഹ്. അതിലപ്പുറം ഇനി എന്താ ദ്വാരക്കേണ്ടത്? അതിലപ്പുറം എന്ത് ദ്വായ വേണ്ടത്? കഴിഞ്ഞ കാലത്തെ തെറ്റ് പൊറുക്കപ്പെടാൻ, ഇനി വരാനുള്ള കാലത്തെ തെറ്റുകൾ പൊറുക്കപ്പെടാൻ മുത്ത് നബിതങ്ങളാ ദ്വാരക്കുന്നത്. അതിലപ്പുറം എന്ത് ഭാഗ്യമാ കിട്ടാനുള്ളത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് വല്ലാത്ത സന്തോഷമായി. ആ സന്തോഷം കാരണത്താൽ അവർ ചിരിച്ച് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മടിയിലേക്ക് അവർ വീണുപോയി. രംഗൊന്നോർത്ത് നോക്കി നിങ്ങള്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചിരിച്ച് സന്തോഷം കൊണ്ട് നബി തങ്ങളുടെ മടിയിലേക്ക് തലകുത്തി വീണുപോയി. എന്തൊരു സന്തോഷമായിരിക്കും ആ സമയത്ത് ഉണ്ടായിട്ടുണ്ടാവുക. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ആയിഷ, നിങ്ങൾക്ക് സന്തോഷമായോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയെ, ഞാൻ എങ്ങനെ സന്തോഷിക്കാതിരിക്കും? ഇതിലപ്പുറം എന്താണ് എനിക്ക് കിട്ടാനുള്ളത്? അങ്ങ് ദുആ ചെയ്താൽ അല്ലാഹു അത് തട്ടിക്കളയുമോ നബിയെ? എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം ലഭിച്ച ദിവസമാണിത്. ഇന്ന് ഞാൻ എങ്ങനെ സന്തോഷിക്കാതിരിക്കും യാ റസൂലല്ലാഹ്? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ആയിഷ, എങ്കിലും കേട്ടോളൂ, എന്റെ ഉമ്മത്തിന് വേണ്ടി,
എല്ലാ ദിവസവും നിസ്കാരത്തിൽ ഞാൻ അല്ലാഹുവിനോട് തേടുന്ന ദുആയാണിത്. ആയിഷ, ഞാൻ അങ്ങനെ ദ്വാരുന്നപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായോ? എന്നാൽ എൻ്റെ ഉമ്മത്തിന്, ഇനിയും പിറന്നിട്ടില്ലാത്ത എൻ്റെ ഉമ്മത്തിലെ കോടിക്കണക്കിന് വരുന്ന മനുഷ്യന്മാർക്ക് ഓരോ ദിവസവും നമസ്കാരത്തിലായി ഞാൻ അല്ലാഹുവിനോട് തേടുന്നത് ഈ പ്രാർത്ഥനയാണെന്ന് നമ്മെ കണ്ടിട്ട് പോലുമില്ലെങ്കിലും നമ്മെ സ്നേഹിച്ചുകൊണ്ട് കടന്നുപോയ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതാരായി ഈ ദുനിയാവില് ഉമ്മയും ബാപ്പയുമാണ്. അവര് നമ്മളെ കണ്ടവരാണ്, നമ്മൾ അവരോടൊപ്പം ജീവിച്ചവരാണ്, ജീവിതത്തിന്റെ ഒരുപാട് നല്ല അനുഭവങ്ങൾ സമ്മാനിച്ചവരാണ്. പക്ഷേ നമ്മെ കണ്ടിട്ട് പോലുമില്ലെങ്കിലും നമ്മെ അവരെക്കാൾ കൂടുതൽ സ്നേഹിച്ച മാതാപിതാക്കളുടെ മഹത്വങ്ങളെല്ലാം ഒരുപോലെ സമ്മേളിച്ച ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹത്തായ സ്നേഹത്തിന്റെ ഒരു അംശമെങ്കിലും തിരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കാതെ പോയാൽ, അവിടുന്ന് നമ്മോട് കാണിച്ച സ്നേഹത്തിന് പകരമായി ഒരു സ്വലാത്തെങ്കിലും ആ ഹളറത്തിലേക്ക് സമർപ്പിക്കാൻ നമുക്ക് കഴിയാതെ പോയാൽ, പ്രിയപ്പെട്ടവരെ, മുസ്ലിം എന്ന് പറഞ്ഞു നടക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഉമ്മത്തിൽ ഒരുവന്റെ വേദന സഹിക്കുവാൻ അങ്ങേക്ക് മനം വരില്ല. ഉമ്മത്തിൽ ഒരുവനെന്നതല്ലാതെ വേറെ എന്നിൽ അർഹതയേതുമില്ല, അർഹതയേതുമില്ല. ഉമ്മത്തിൽ ഒരുവന്റെ വേദന സഹിക്കുവാൻ അങ്ങേക്ക് മനം വരില്ല. ഉമ്മത്തിൽ ഒരുവനെന്നതല്ലാതെ വേറെ എന്നിൽ അർഹതയേതുമില്ല, അർഹതയേതുമില്ല. എല്ലാരും എന്നെ ഇനി വേണ്ടെന്നു വിധിച്ചാലും അങ്ങനെ കൈവിടല്ല. എല്ലാരും എനിക്ക് അങ്ങല്ലാതെ തുണക്ക്. ഖുദ് ബിയദി റഹ്മത്തല്ലാഹ്, ഖുദ് ബിയദി റഹ്മത്തല്ലാഹ്. ആ മനോഹരമായ പൂമുഖം കാണുന്ന ഒരു നാൾ, ആ പരിശുദ്ധമായ മദീനയിലേക്ക് നാം വന്നണയുന്ന ഒരു നാൾ, ആ വിശുദ്ധമായ വെള്ളക്കൊട്ടാരത്തിന്റെ തിരുമുറ്റത്ത് വന്നു നിൽക്കുന്ന നാൾ, ആ പച്ചക്കുബയുടെ ചാരത്ത് നമ്മൾ വന്നു നിൽക്കുന്ന നാൾ, അതല്ലേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിന്റെ പെരുന്നാൾ. അകലെയാണ് റൗള, അവിടെയാണ് ജീവ, അവിടെ കണയുവാൻ ജീവൻ വെടിഞ്ഞിടാൻ. അകലെയാണ് റൗള, അവിടെയാണ് ജീവ, അവിടെ കണയുവാൻ ജീവൻ വെടിഞ്ഞിടാൻ. റൗളയിലാണെൻ്റെ റൂഹ് പിരിയുന്നതെങ്കിൽ അതിലേറെ നേട്ടമുള്ളൊരു സൗഭാഗ്യമിനി എന്താ? അഹദായ തമ്പുരാനെ വിധിയനിൽ ചേർത്തിടണേ. സ്നേഹമെന്തെന്നറിയണമെങ്കിൽ നബിയെ പുൽകണം. സ്നേഹം നേടാനാ തിരുറൗളയിൽ ഒന്നു ചേരണം. സൽഗുണ നേതാവ് നബിയെ കനവിൽ കാണണം. സുന്ദരമേറിയ വദനം കണ്ടൽ ആശ തീരണം. മർഹബായ മുസ്തഫ
മർഹബായ മുജ്തബ മർഹബാ അഹ്ലൻ വസഹ്ലൻ സഅദൈക റസൂലല്ലാഹ് സഅദൈക ഹബീബല്ലാഹ് ആചാരത്തണയും നാൾ ആത്മീയ നിറമുള്ള അങ്ങേക്ക് പ്രിയമുള്ള ആശിഖല്ല ഞാൻ ആചാരത്തണയും നാൾ ആത്മീയ നിറമുള്ള അങ്ങേക്ക് പ്രിയമുള്ള ആശിഖല്ല ഞാൻ. ആ പരിശുദ്ധമായ മദീനയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ പ്രിയപ്പെട്ടവരെ, സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹം നമ്മുടെ മനസ്സിലില്ലല്ലോ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ നമ്മുടെ ഖൽബിലില്ലല്ലോ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ ദാനശീലവും ലജ്ജയും നമുക്കില്ലല്ലോ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ അറിവ് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവനല്ലല്ലോ. സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ മഹബ്ബത്ത് നമ്മുടെ മനസ്സിലില്ലല്ലോ. മഹാനായ ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു ആ പരിശുദ്ധമായ സന്നിധിയിൽ ചെന്നിട്ട് മനസ്സ് പൊട്ടിയിട്ട് ബൈത്തുകൾ പാടിയപ്പോൾ പരിശുദ്ധമായ റൗളയിൽ നിന്ന് ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ കരങ്ങൾ നീട്ടിക്കൊടുത്ത പോലെ ആ മദീനയിലേക്ക് ഞങ്ങൾ കടന്നു വന്നാൽ ആ വിശുദ്ധമായ കരങ്ങൾ അങ്ങ് നീട്ടിത്തരുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. യാ റസൂലല്ലാഹ് യാ അക്രമൽ ഖുറമാല അഅതാബികും ഉമറുൽ ഫഖീറുൽ മുർതജി ലിജനാബികും യർജുൽ അതാഅൽ ബുകാഇ ബിബാബികും والدمع من عينيه سال سجيما صلوا عليه وسلموا تسليما. മഹാനായ ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹു ആ പരിശുദ്ധമായ സന്നിധിയിൽ വന്നിട്ട് മനോഹരമായ ഇഷ്കിന്റെ ബൈത്തുകൾ പാടിയപ്പോ ആ പരിശുദ്ധമായ റൗളയിൽ നിന്ന് അങ്ങ് കരങ്ങൾ നീട്ടിക്കൊടുത്ത പോലെ, ആ വിശുദ്ധമായ കൈകൾ നീട്ടിക്കൊടുത്ത പോലെ അങ്ങ് ഞങ്ങളെ കൈകൾ നീട്ടി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയൊന്നും ഞങ്ങൾക്കില്ല. യാ റസൂലല്ലാഹ് എങ്കിലും നബിയേ, ഈ പാപികളുടെ വിലാപം അങ്ങ് കേൾക്കുമോ ഹബീബേ? ഈ സാധുക്കളുടെ തെറ്റുകൾ രാജാതിരാജനായ റബ്ബ് തആല പുറത്തു തരാൻ അങ്ങ് അല്ലാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പറയുമോ? യാ റസൂലല്ലാഹ് പാപങ്ങൾ നിറഞ്ഞ കൽബുമായി, പാപങ്ങൾ പറഞ്ഞ നാവുമായി, പാപങ്ങളിലേക്ക് നടന്നുപോയ കാലുകളുമായി, പാപക്കറപുരണ്ട കൈകളുമായി, പാപങ്ങൾ കണ്ടു കണ്ട് മടുത്തുപോയ കണ്ണുകളുമായി ആ പരിശുദ്ധ മദീനത്തേക്ക് വന്നിട്ട് ഞങ്ങളൊരു സലാം പറഞ്ഞാൽ ആ സലാം മടക്കാതെ അങ്ങ് മുഖം തിരിച്ചു കളയുമോ? യാ റസൂലല്ലാഹ് പാപക്കറ കണ്ട് പിണങ്ങല്ലേ നൂറേ, പാപക്കറ കണ്ട് പിണങ്ങല്ലേ നൂറേ, പാദം വിറ കൊണ്ട് തളരുന്നു താനേ, പാവമാണേ ഞാൻ കരളിൻ്റെ കരളേ, പാവമാണേ ഞാൻ കരളിൻ്റെ കരളേ, പാതി വഴി എന്നെ മടക്കല്ലേ നൂറേ, പാപത്തിരമാല തലമേൽ മറിഞ്ഞു, പാപത്തിരമാല തലമേൽ മറിഞ്ഞു, പാപിക്കൊരു തൗബ നൽകോ റസൂലേ, പാവമാണേ ഞാൻ കരളിൻ്റെ കരളേ, പാതി വഴി എന്നെ മടക്കല്ലേ നൂറേ. ഈ ഹൃദയങ്ങൾ വല്ലാതെ പ്രയാസപ്പെടുമ്പോ, വേദനയാൽ ഞങ്ങളുടെ മനസ്സ് നുറുങ്ങുമ്പോ, വല്ലാത്ത വേദനകളിൽ, വേദനകളുടെ നടുക്കടലിൽ ഞങ്ങളുടെ മനസ്സ് അകപ്പെടുമ്പോൾ ഒരു സമാധാനത്തിന് വേണ്ടി ഓടി വരാൻ അങ്ങയുടെ അഭയമല്ലാതെ മറ്റേതുണ്ട് യാ റസൂലല്ലാഹ്?
പ്രയാസങ്ങളാൽ വേദനകളാൽ വെന്തു നീറുന്ന കൽബുകളിൽ ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിപ്പിക്കുവാൻ അങ്ങയുടെ സ്വലാത്തുകളല്ലാതെ മറ്റെന്ത് മരുന്നുകളുണ്ട് യാ റസൂലല്ലാഹ്. പൊട്ടിത്തകരുന്ന ഹൃദയങ്ങളേതും മുട്ടി വിളിച്ചാൽ തുറക്കും കവാടം. പൊട്ടിത്തകരുന്ന ഹൃദയങ്ങളേതും മുട്ടി വിളിച്ചാൽ തുറക്കും കവാടം. കെട്ടുമൂന്നിൽ അമരുന്ന നേരം, കെട്ടുമൂന്നിൽ അമരുന്ന നേരം കൂട്ടിനായി വന്ന് ചേരും സഹായം. ലോകത്തൊരു കാതും കേൾക്കാത്തതില്ല എൻ്റെ പ്രിയരാം ഹബീബിൻ്റെ നാമം. കാലം മറക്കാത്ത വചനങ്ങളെല്ലാം തിരുനാവാലെ മൊഴിഞ്ഞുള്ള നാദം. മണ്ണിൽ ഇനിയില്ല ഇതുപോലൊരാളും, മണ്ണിൽ ഇനിയില്ല ഇതുപോലൊരാളും. ജന്മം നമുക്കായി സമർപ്പിച്ച ദേഹം തീയും കനലും പതക്കുന്ന കാലം, തീയും കനലും പതക്കുന്ന കാലം. ശാന്തമാകുന്ന സ്നേഹാർദ്രഗാനം. तेरे कुर्बान प्यारे मोहम्मद, गिर रहा हूँ मुझे भी संभालो. अपने प्यारे नवासों का सदका या नबी मेरे जोली में डालो. അങ്ങയെ മുറുകെ പിടിച്ചവരാരും പരാജയപ്പെട്ടു പോയിട്ടില്ല. അങ്ങയെ മുറുകെ പിടിച്ചവരല്ലാതെ ആരും വിജയിച്ചിട്ടുമില്ല. സലാമോൻ അലാ ഖബറിൽ യുസാറു മിൻ ബുഅദി, സലാമോൻ അലർ റൗള വഫീഹാ മുഹമ്മദി. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. സലാമുൻ അലാ മൻ ഖാല ലിറബ്ബി മൻ അനാ فقال رسول الله أنت محمدي. مولاي صل وسلم دائما أبدا على حبيبك. പ്രിയപ്പെട്ടവരെ, ഈ മനോഹരമായ കവിതകൾ ആരുടേതാണെന്നറിയുമോ? മഹാനായ സയ്യിദുന മുഹമ്മദ് ബിൻ സുലൈമാൻ അൽ ജസൂലി റളിയല്ലാഹു അൻഹുവാണ് ഈ പരിശുദ്ധമായ കാവ്യങ്ങൾ ഈ ഉമ്മത്തിന് സമ്മാനിച്ചത്. സലാമുൻ അലാ ഖബറിൽ യുസാറു മിൻ ബുഅദി, സലാമുൻ അലർ റൗള വഫീഹാ മുഹമ്മദി. ആരാണ് പ്രിയപ്പെട്ടവരെ? മഹാനായ മുഹമ്മദ് ബിൻ സുലൈമാൻ അൽ ജസൂലി റളിയല്ലാഹു അൻഹു സ്വലാത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച മഹാനാണ്. ദലായിലുൽ ഖൈറാത്ത് എന്ന പേരുള്ള കിതാബ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചില ആളുകളൊക്കെ ആത്മീയമായ വഴിയിലൂടെ പോകുന്ന ആൾക്കാരൊക്കെ ദലായിലുൽ ഖൈറാത്ത് പതിവാക്കുന്നവരാണ്. ഇനി അത് കേട്ടിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ വെള്ളിയാഴ്ച നമ്മൾ പള്ളിയിൽ പോയാൽ അൽ കഹ്ഫും സ്വലാത്തും എന്ന് പറഞ്ഞൊരു ഏട് കാണാം. അതിൽ അൽ കഹ്ഫ് കഴിഞ്ഞാൽ പിന്നെ മനോഹരമായ ഒരു സ്വലാത്തുണ്ട്. ദീർഘമായി പേജുകൾ നീണ്ടുകിടക്കുന്ന സ്വലാത്ത്. ആ സ്വലാത്ത് മഹാനായ മുഹമ്മദ് ബിൻ സുലൈമാൻ അൽ ജസൂലി റളിയല്ലാഹു അൻഹു എഴുതിയതാണ്. അത് വെള്ളിയാഴ്ചക്ക് മാത്രമുള്ളതാണ് നമ്മുടെ ഏടിൽ കാണുന്നത്. അതുപോലെ എല്ലാ ദിവസത്തിനും ഉണ്ട്. ശനിയും ഞായറും തിങ്കൾ എല്ലാ ദിവസത്തിനും ഉണ്ട്. നീണ്ടുകിടക്കുന്ന മനോഹരമായ വർണ്ണനകളാൽ സമ്പന്നമായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിന്റെ മനോഹരമായ ദലായിലുൽ ഖൈറാത്ത് എന്ന കിതാബ്
ആ കിതാബ് എഴുതിയ മഹാനായ സയ്യിദുനാ മുഹമ്മദ് ബിൻ സുലൈമാൻ അൽ ജസൂലി റളിയല്ലാഹു അൻഹു. ഒരുപാട് വേറെയും കിതാബുകൾ എഴുതിയ മഹാൻ. ആ മഹാന്റെ മനോഹരമായ കവിതയാണ് നമ്മൾ നേരത്തെ പാടിയത്. പ്രിയപ്പെട്ടവരെ, ആ മഹാനുഭാവൻ മരണപ്പെട്ട് 77 കൊല്ലങ്ങൾ കഴിയുമ്പോൾ ആ നാട്ടിലെ ഭരണാധികാരിക്ക് ഒരാഗ്രഹം. അദ്ദേഹത്തിന്റെ ഖബറുള്ളത് ഇന്നത്തെ ആഫ്രിക്കയിലെ മറാക്കിഷ് എന്ന് പറയുന്ന സ്ഥലത്താണ്. മൊറോക്കോയിൽ, പടിഞ്ഞാറൻ ആഫ്രിക്കയുടെ ഭാഗമായിട്ടുള്ള മൊറോക്കോയിലെ മറാക്കിഷിലാണ് മഹാനായ മുഹമ്മദ് ബിൻ സുലൈമാൻ അൽ ജസൂരി റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയുള്ളത്. ആ മഹാൻ വഫാത്തായി 77 കൊല്ലങ്ങൾ കഴിയുമ്പോൾ നാട്ടിലെ രാജാവിനൊരാഗ്രഹം. മുഹമ്മദ് ബിൻ സുലൈമാൻ അൽ ജസൂലി തങ്ങളുടെ ഖബർ തുറന്നിട്ട് ആ മയ്യത്ത് അവിടെ നിന്ന് എടുത്തിട്ട് തൻ്റെ നാട്ടിൽ കൊണ്ടുപോയി മറവ് ചെയ്യണം. ആ ബർക്കത്ത് തൻ്റെ നാട്ടുകാർക്ക് കിട്ടണം എന്ന് രാജാവിനൊരാഗ്രഹം. രാജാക്കന്മാർക്ക് അങ്ങനെ എന്താ ആഗ്രഹം, ഏത് സമയത്താണ് തോന്നുന്നത് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ രാജാവിൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടി രാജാവിൻ്റെ ഉദ്യോഗസ്ഥരും സൈനികരും അടങ്ങുന്ന വലിയൊരു സംഘം മഹാനായ സയ്യിദുനാ മുഹമ്മദ് ബിൻ സുലൈമാൻ അൽ ജസൂലി റളിയല്ലാഹു അൻഹുവിന്റെ പരിശുദ്ധമായ മഖ്ബറയുടെ അരികിലേക്ക് എത്തിച്ചേരുകയാണ്. അത്ഭുതം കാണാൻ വേണ്ടി നാട്ടുകാര് ചുറ്റും കൂടി നിൽക്കുകയാണ്. മുഹമ്മദ് ബിൻ സുലൈമാൻ അൽ ജസൂലി എന്ന മഹാനായ പണ്ഡിതൻ സ്വലാത്തിന് വേണ്ടി, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള വല്ലാത്ത മഹബത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ആ മഹാനായ പണ്ഡിതന്റെ ഖബർ തുറക്കാനൊരുങ്ങുകയാണ്. ഓരോ പിടി മണ്ണ് വാരിയെടുക്കുമ്പോഴും പ്രിയപ്പെട്ടവരെ വല്ലാത്ത സുഗന്ധം ആ ഖബറിൽ നിന്നിങ്ങനെ പുറത്തു വരികയാണ്. ആ അന്തരീക്ഷമൊന്നാകെ എന്തെന്നില്ലാത്ത സുഗന്ധം തങ്ങി നിൽക്കുകയാണ്. ആളുകൾ അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കുകയാണ്. അങ്ങനെ മൂടുകല്ലുകൾ പുറത്തെടുത്തു. മഹാനായ മുഹമ്മദ് ബിൻ സുലൈമാൻ അൽ ജസൂലി റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് 77 കൊല്ലങ്ങൾക്ക് ശേഷവും ഒന്നും സംഭവിക്കാതെ ആ ഖബറിൽ കിടക്കുകയാണ്. ആളുകൾ അത്ഭുതം കാണുകയാണ്. മഹാനവറുകളുടെ മയ്യത്ത് പുറത്തെടുക്കുകയാണ്. അദ്ദേഹം ജീവിതകാലത്തുള്ളതിനേക്കാൾ സൗന്ദര്യമുള്ള രൂപത്തിൽ അദ്ദേഹത്തിന്റെ മുഖം ഇങ്ങനെ മനോഹരമായി ചുവന്നു തുടുത്ത് കിടക്കുകയാണ്. ചുവന്നു തുടുത്ത മുഖം. ആ മുഖം കാണുമ്പോ ഒരാൾ അദ്ദേഹത്തിന്റെ കവളത്ത് ഇങ്ങനെ തൊട്ടു നോക്കിയെന്നാണ്. അപ്പൊ നമ്മൾ സാധാരണ ജീവനുള്ള മനുഷ്യന്മാരെ ശരീരത്തിൽ ഇങ്ങനെ വിരലമർത്തിയാൽ, അല്ലെങ്കിൽ വിരലിങ്ങനെ നമ്മളിങ്ങനെ അമർത്തി പിടിച്ചാൽ അവിടെയുള്ള രക്തം പല ഭാഗത്തേക്ക് മാറിപ്പോവും. ഒരു വിളറിയ വെളുത്ത നിറം അവിടെ കാണും. അതിങ്ങനെ വിട്ടാല് ആ രക്തം അവിടേക്ക് തിരിച്ചു വരും. പ്രിയപ്പെട്ടവരെ, അത് ജീവനുള്ള ഒരു മനുഷ്യന്റെ അടയാളമല്ലേ? 77 കൊല്ലങ്ങൾക്ക് ശേഷം ഖബറിൽ നിന്ന് പുറത്തെടുത്ത ആ മഹാനുഭാവന്റെ മയ്യത്ത് ആ പരിശുദ്ധമായ കവിളത്തൊരാൾ ഇങ്ങനെ സ്പർശിച്ചപ്പോൾ ആ ഭാഗത്തുള്ള രക്തം ഇങ്ങനെ പല ഭാഗത്തേക്കും മാറി നിൽക്കുകയാണ്. ആ വിരൽ പുറത്തെടുത്തപ്പോൾ രക്തം പഴയ ഭാഗത്തേക്ക് തന്നെ തിരിച്ചു വരികയാണ്. സ്വലാത്തുകൾ ചൊല്ലി ജീവിച്ച ഒരു മനുഷ്യന് ഖബറിൽ എന്താണ് കിട്ടുന്നത് എന്നതിന്റെ ഉദാഹരണമാണിത്. ആ സ്വലാത്തുകളാണ് പ്രിയപ്പെട്ടവരെ നാളെ നമ്മെ രക്ഷപ്പെടുത്താനുള്ളത്. മരിക്കുന്ന നേരത്ത് അവസാനമായി ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ കാണേണ്ടത് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ പൂമുഖമാവണം. അല്ലാഹുവേ, ഈ വിശുദ്ധമായ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ആ സൗഭാഗ്യം നൽകണേ അല്ലാഹ്. മഹാനായ റിബഈ ഇബ്നു ഖിറാശ് റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോഴും ഇതുപോലെ ഒരു അത്ഭുതം നടന്നിട്ടുണ്ട്. അദ്ദേഹം ഇതുപോലെ ഹദീസുകൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച മഹാപണ്ഡിതനായിരുന്നു. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചാൽ എന്ത് ലഭിക്കുമെന്നതിന് ഇതിലപ്പുറം എന്ത് ഉദാഹരണങ്ങളാണ് നമുക്ക് വേണ്ടത്? മഹാനവറുകൾ ജീവിതത്തിൽ ചിരിക്കുമായിരുന്നില്ല. എപ്പോഴും ആഖിറത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടുള്ള വല്ലാത്ത പേടിയിൽ ജീവിച്ചയാളായിരുന്നു അദ്ദേഹം. അങ്ങനെയാണ് അദ്ദേഹം മരണപ്പെടുന്നത്. മരിച്ചു കിടക്കുന്ന മഹാനവറുകൾ വല്ലാതെ ചിരിക്കുകയാണ്. മരിച്ചു കിടക്കുമ്പോ പുഞ്ചിരിയോടുകൂടി കിടക്കുകയാണ്. നിശാന മർദ മുഅ്മിൻ ബാത്തോ ഗോയം, നിശാന മർദ മുഅ്മിൻ ബാത്തോ ഗോയം, ചൂമർ ഗയാമത് തബസ്സും പർ ലബോസ്. മരിക്കുന്ന നേരത്ത് ചുണ്ടുകളിൽ കാണുന്ന പുഞ്ചിരിയാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഭൗതികമായ അടയാളം എന്ന് പഠിപ്പിച്ച പോലെ മഹാനായ റിബഈ ഇബ്നു ഖിറാശ് റളിയല്ലാഹു അൻഹു പുഞ്ചിരിയോടുകൂടി കിടക്കുകയാണ്. ചില ആളുകൾക്ക് അദ്ദേഹത്തിന്റെ കിടപ്പ് കണ്ടിട്ട് മരിച്ചു എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത്ര മനോഹരമായ പുഞ്ചിരിയാണ്. മധുര സ്വപ്നങ്ങൾ കണ്ട് കിടന്നുറങ്ങുന്ന പോലെ. കുറച്ച് സമയം കഴിഞ്ഞപ്പോ
ആൾക്കാർ പറഞ്ഞു നമുക്ക് മയ്യത്തെടുക്കണ്ടേ, ഖബറടക്കണ്ടേ, സമയമായില്ലേ? അപ്പൊ കുറച്ച് ആൾക്കാർ പറഞ്ഞു ഞങ്ങൾ സമ്മതിക്കുകയില്ല, കാരണം അദ്ദേഹം മരിച്ചു എന്ന് ഉറപ്പ് വരുത്താൻ സമയമായിട്ടില്ല. ഈ കിടപ്പ് കണ്ടാൽ ആരെങ്കിലും പറയുമോ അദ്ദേഹം മരിച്ചിട്ടുണ്ട് എന്ന്? അതുകൊണ്ട് അദ്ദേഹം മരിച്ചു എന്ന് ഉറപ്പ് വരുത്തുന്നത് വരെ കൊണ്ടുപോയി ഖബറടക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. അങ്ങനെ അവിടെ ഒരു തർക്കമായി. അവര് പരസ്പരം ഇങ്ങനെ വഴക്കിട്ടുകൊണ്ടിരിക്കുന്ന നേരത്ത് ഒരു അശരീരി കേൾക്കുകയാണ്, ഒരു വിളിയാളം കേൾക്കുകയാണ്. വിളിച്ചു പറയുന്ന ആളെ കാണുന്നില്ല, ശബ്ദമാണ് കേൾക്കുന്നത്. എന്താണ് പറയുന്നത്? നിങ്ങൾ എന്നെ വേഗം കൊണ്ടുപോയി ഖബറടക്കണമേ, എന്റെ ഖബറിലേക്ക് എന്നെ സ്വീകരിക്കാൻ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹാദിറായിരിക്കുകയാണ്. ആ മുത്ത് നബി തങ്ങളെ കാണാൻ, അവിടുത്തെ മനോഹരമായ സ്വീകരണം ഏറ്റുവാങ്ങാൻ, ആ മഹത്തായ സാന്നിധ്യം അനുഭവിക്കാൻ എൻ്റെ മനസ്സ് വല്ലാതെ കൊതിക്കുകയാണ്, എൻ്റെ ആത്മാവ് വല്ലാതെ ദാഹിക്കുകയാണ്. അതുകൊണ്ട് ഇനിയും കുറെ സമയം നിങ്ങൾ എന്നെ ഈ ഭൂമുഖത്ത് ബാക്കി വെച്ചേക്കരുതേ, എന്നെ വേഗം കൊണ്ടുപോയി ഖബറടക്കണമേ. അതാണ് പ്രിയപ്പെട്ടവരെ ഒരു വിശ്വാസിയുടെ ജീവിതം, ഒരു വിശ്വാസിയുടെ മരണം. ജിന്ദഗി ഹഖീഖത്ത് മേ ബസ് ഉസീ നെ പായി ഹൈ, മുസ്തഫാ के कदमों में जिसको मौत आई है. ആർക്കാണ് ജീവിതം ലഭിച്ചത്? ആർക്കാണ് ജീവിത വിജയമുണ്ടായത്? മുസ്തഫാ के कदमों में, मुस्तफा के कदमों में जिसको मौत आई है. मुझको मेरे मुर्शिद ने बात ये बताई है, जो नबी का होता है उसकी कुल खुदाई है. ഏതൊരാൾ മരിക്കുന്ന നേരത്താണോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്നത്, ഹബീബായ മുത്തുനബി തങ്ങളുടെ ഹദറത്തിൽ വെച്ചുകൊണ്ട് മരിക്കാൻ ആർക്ക് സാധിക്കുന്നുവോ അവർക്കാണ് വിജയം ലഭിച്ചിരിക്കുന്നത്, അവർക്കാണ് വിജയമുണ്ടായിട്ടുള്ളത്. അല്ലാഹുവേ, ആ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ അല്ലാ. छोड़ फिक्र दुनिया की, चल मदीना चलते हैं. छोड़ फिक्र दुनिया की, चल मदीना चलते हैं. मुस्तफा गुलामों की കിസ്മത്തെ ബദൽത്തി ഹൈ. ജീവിതത്തിൽ നിന്ന് ദുനിയാവിന്റെ ചിന്തകളെ മാറ്റിവെച്ചുകൊണ്ട് ആ മദീനയുടെ മനോഹരമായ ഓർമ്മകൾ മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്നു നോക്കൂ പ്രിയപ്പെട്ടവരെ. അനാവശ്യമായ സംസാരങ്ങളുടെ അളവുകൾ കുറച്ചു കളഞ്ഞിട്ട് സ്വലാത്തുകൾ ചൊല്ലാൻ നമ്മുടെ നാവിനെ ഒന്ന് ഉപയോഗപ്പെടുത്തി നോക്കൂ. നമ്മള് അനാവശ്യ കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് നമ്മൾ കളഞ്ഞു കുളിക്കുന്ന സമയങ്ങളിൽ നിന്നൊരൽപ്പനേരം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ സ്വലാത്തുകൾ ചൊല്ലാൻ ഒന്ന് സമയം കണ്ടെത്തി നോക്കൂ. നമ്മൾ ജീവിതത്തിൽ വല്ലാത്ത ഒരു സമാധാനത്തിന്റെ കുളിർത്തന്നൽ കടന്നു വരുന്നത് കാണാം. ജീവിതത്തിൽ സന്തോഷത്തിന്റെ ഒരു മാറ്റത്തിന് തുടക്കമാകുന്നത് കാണാം. എത്രയെത്ര ആളുകൾ നമ്മുടെ അരികിൽ വന്നുകൊണ്ട് പറയാറുണ്ട്, ഉസ്താദേ, ഞങ്ങൾക്ക് പഴയ കാലത്തൊരു ജീവിതമുണ്ടായിരുന്നു, മുമ്പ് കാലത്ത് ഞങ്ങൾക്കൊരു ജീവിതമുണ്ടായിരുന്നു, കാണാത്ത സിനിമകൾ ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ ആസ്വാദനത്തിന് വേണ്ടി പോകാത്ത കേന്ദ്രങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. ഒരു പുതിയ ഫിലിം ഇറങ്ങിയാൽ എത്ര പണം കൊടുത്തിട്ടാണെങ്കിലും എത്ര ദൂരത്ത് ചെന്നിട്ടാണെങ്കിലും അത് കണ്ടു തീർക്കാതെ ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാകുമായിരുന്നില്ല. എത്രയെത്ര രാത്രികളിലാണ് മണിക്കൂറുകളോളം ഹറാമായ കാര്യങ്ങൾ കാണുവാൻ വേണ്ടി ഞങ്ങൾ ചെലവഴിച്ചിരുന്നത്. എന്നാൽ ആ അനാവശ്യമായ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇന്ന് ഞങ്ങൾ സ്വലാത്തിന്റെ വഴിയിലാണ്.
ഇന്ന് രാത്രികളിൽ ഓരോ രാത്രികളിലും കിടന്നുറങ്ങുന്നതിന്റെ മുമ്പ് സ്വലാത്ത് ചൊല്ലിയിട്ട് ഉറങ്ങുന്നവരാണ് ഞങ്ങള്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ പറയുന്ന സദസ്സിലേക്ക് കടന്നു ചെല്ലുന്നവരാണ് ഞങ്ങള്. ആ മഹത്തായ സദസ്സിലിരുന്ന് എല്ലാം മറന്നുകൊണ്ട് മദീനയെ കാണുന്നവരാണ് ഞങ്ങള്. ഞങ്ങളുടെ ജീവിതത്തിന് ഇപ്പോൾ ഒരു ലക്ഷ്യം കൈവന്ന പോലെ, ഒരു സമാധാനം വന്ന പോലെ, ഒരു സന്തോഷം മനസ്സിലുണ്ടായ പോലെ, ഇതുവരെ ഉണ്ടായിരുന്ന കൂരിരുട്ടുകൾ മാഞ്ഞുപോയി പ്രകാശവും സുഗന്ധവും കടന്നു വന്ന പോലെ, മനസ്സിന്റെ വല്ലാത്ത ഭാരം ഒഴിഞ്ഞുപോയ പോലെ, സന്തോഷകരമായ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുന്നത് എന്താണ് ജീവിതത്തിന്റെ വിജയമെന്ന് ഞങ്ങൾ അനുഭവിക്കുന്നത് ഈ പുതിയ മാറ്റത്തിന് ശേഷമാണെന്ന് നേരിട്ട് വന്നുകൊണ്ട് പറഞ്ഞ എത്ര മനുഷ്യന്മാരുണ്ട് പ്രിയപ്പെട്ടവരെ. അതുപോലെ ഒരു സന്തോഷകരമായ ജീവിതം, പ്രയാസങ്ങളില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, ടെൻഷനുകളില്ലാത്ത, മനസ്സിന് ഭാരമില്ലാത്ത ഒരു ജീവിതം അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ തമ്പുരാനേ. ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഡിപ്രഷനാണ് അല്ലെ? ഡിപ്രഷൻ. എന്താണ് ഡിപ്രഷന്റെ കാരണം? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. നല്ല സമ്പത്തുണ്ട്, നല്ല സൗന്ദര്യമുണ്ട്, മറ്റ് ഭൗതികമായ എല്ലാ സാഹചര്യങ്ങളുണ്ട്, പക്ഷെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അനാവശ്യമായ ചിന്തകൾ മനസ്സിലേക്ക് വരികയാണ്. നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരുപാട് വിഷമങ്ങള്, ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത ഒരുപാട് ചോദ്യങ്ങള് മനസ്സിൽ വന്നിട്ട് ഡിപ്രഷൻ അടിച്ചിട്ട് ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നില്ലേ പ്രിയപ്പെട്ടവരെ? നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ പോലും, ലണ്ടനിലും ന്യൂയോർക്കിലും നടക്കുന്ന കാര്യങ്ങൾ പറയണ്ട, നമ്മുടെ പരിസര ഗ്രാമങ്ങളിൽ പോലും ഈ ഉമ്മത്തിൽപ്പെട്ട ചെറുപ്പക്കാര് പോലും പ്രിയപ്പെട്ടവരെ ആത്മഹത്യകളിലേക്ക് അഭയം തേടുന്ന ഒരു കാലഘട്ടത്തിലൂടെയല്ലേ നമ്മൾ കടന്നു പോകുന്നത്. ഉമ്മ മൊബൈൽ കൊടുക്കാത്തതിന് തൂങ്ങി മരിക്കുക, എന്തെല്ലാം ചെറിയ ചെറിയ കാരണങ്ങൾക്ക് വേണ്ടി. കാരണം എന്താ? മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഡിപ്രഷനാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഇന്ന് ഉയർത്തി കാണിക്കപ്പെടുന്നത്. ആരാണ് ഡിപ്രഷൻ അടിച്ചിരിക്കുന്നത്? വലിയ വലിയ സമൂഹത്തിലെ ഉന്നതരായ ആളുകൾ. എത്രയെത്ര സിനിമാ നടിമാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ, കണക്കെടുത്താൽ തീരുമോ? എന്താ കാരണം? മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. എന്നാൽ മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, നബിയേ യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ജീവിതത്തിൽ ഞാൻ ഓരോ ദിവസവും ദിക്ർ ചൊല്ലാൻ വേണ്ടി കുറച്ച് സമയം ഉപയോഗപ്പെടുത്താറുണ്ട്. ആ സമയം ഞാൻ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി മാറ്റിവെച്ചാലോ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദൻ യുക്ഫാ ഹമ്മുക വയുഗ്ഫറു ദംബുക. അത് വല്ലാത്തൊരു വാക്കാണ്. രണ്ട് കാര്യങ്ങൾ അല്ലാഹു നിനക്ക് തരും സ്വലാത്തുകൾ അധികരിപ്പിച്ചാൽ. യുക്ഫാ ഹമ്മുക വയുഗ്ഫറു ദംബുക. നിന്റെ വിഷമങ്ങളും നിന്റെ ടെൻഷനുകളും നിന്റെ പ്രയാസങ്ങളും അല്ലാഹു എടുത്തു മാറ്റിത്തരുന്നതാണ്. ദുനിയാവിൽ അതല്ലേ പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടത്? കുറെ പൈസ ഉണ്ടായിട്ട് എന്താണ്? കുറെ സ്ഥാനം ഉണ്ടായിട്ട് എന്താണ്? കുറെ മറ്റു അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ട് എന്താണ്? മനസ്സിന് സമാധാനമില്ലെങ്കിൽ അതുകൊണ്ട് എന്ത് കാര്യമാണുള്ളത്? നിന്റെ എല്ലാ വിഷമങ്ങളും അല്ലാഹു തീർത്തു തരും. ദുനിയാവിലെ സമ്പൂർണമായ വിജയം. രണ്ടാമത്തത് വയുഗ്ഫറു ദംബുക, നിന്റെ തെറ്റുകളൊന്ന് പുറത്തു തരും. അതല്ലേ ആഖിറത്തിലെ ഏറ്റവും വലിയ വിജയം. ഈ രണ്ട് വിജയവും നിനക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ ആ സ്വലാത്ത് എന്ന് പറയുന്ന വഴിയിലൂടെ നിനക്ക് സഞ്ചരിക്കാമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ടെൻഷനുകളൊന്ന് തീർത്തു തരട്ടെ. ടെൻഷൻ ഇല്ലാത്ത ആൾക്കാർ ആരാ അവിടെ ഉള്ളത്? ടെൻഷൻ ഇല്ലാത്ത ആൾക്കാർ, എനിക്ക് ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് ഒരു ടെൻഷനും ഇല്ല എന്ന് പറയാൻ കഴിയുന്ന ആരാ ഇവിടെ ഉള്ളത്? എനിക്ക് പറയാൻ കഴിയും. അൽഹംദുലില്ലാ, അല്ലാഹു ആ നിഅമത്ത് നമുക്ക് നിലനിർത്തി തരട്ടെ. എനിക്ക് ദുനിയാവിനെ പറ്റി ആലോചിച്ചിട്ട് ഒരു ടെൻഷനും ഇല്ല, ഒരു ടെൻഷൻ ഇതുവരെ ഇല്ല. ഇനി ഒരു ടെൻഷൻ ഇല്ലാതിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ. അങ്ങനെ ജീവിക്കാൻ നമ്മുടെ മനസ്സ് വിശാലമാകണമെങ്കിൽ, ആ മനസ്സിന്റെ വാതിലുകൾ തുറക്കണമെങ്കിൽ, എല്ലാ പ്രയാസങ്ങളും വേദനകളും തീർന്നു പോകണമെങ്കിൽ സ്വലാത്ത് എന്ന് പറയുന്ന മഹത്തായ മരുന്ന് നമ്മുടെ മുമ്പിലുണ്ട്. അല്ലാഹുവേ, ആ സ്വലാത്തുകളെ ഞങ്ങളുടെ ജീവിതത്തിൽ ദുനിയാവിലും ആഖിറത്തിലുമുള്ള വിജയത്തിന്റെ കവാടമായി, മാർഗമായി, കാരണമായി, വഴിയായി നീ മാറ്റിത്തരണേ അല്ലാ. ഞങ്ങളുടെ മനസ്സിന്റെ ഭാരങ്ങൾ നീ തീർത്തു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ ടെൻഷനുകൾ നീ പരിഹരിക്കണേ റബ്ബേ. സമാധാനപൂർണമായ ജീവിതം നയിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. സന്തോഷകരമായ ജീവിതം നയിച്ച് ദുനിയാവിനെ പറ്റി ഒരു ടെൻഷനും ഇല്ലാതെ മരിക്കാൻ അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം തരട്ടെ. മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു മരിച്ചത് അങ്ങനെയല്ലേ?
ആ സന്തോഷം, മരിക്കണ നേരത്തുള്ള സന്തോഷത്തിന്റെ കാരണം എന്താ? മുത്ത് നബിതങ്ങൾക്ക് വേണ്ടി മനസ്സ് സമർപ്പിച്ച ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത് എന്നുള്ളതാണ്. മരിക്കണ നേരത്ത് ഭാര്യ വന്നുകൊണ്ട് വല്ലാതെ വേദനയോടുകൂടി പറയാൻ, വാ ഹുസ്നാ, എന്റെ ദുഃഖമേ, പ്രയാസമേ, ഇന്നെനിക്ക് പ്രയാസത്തിന്റെ ദിവസമാണ്. എന്റെ ഭർത്താവ് വിട പറയുകയാണല്ലോ പഠിച്ചോനെ, എന്റെ ജീവിതത്തിന്റെ തണിയും തുണയും തണലും അകന്നു പോവുകയാണ്. ആ വിഷമത്തോടുകൂടി ഭാര്യ വല്ലാതെ വേദനിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് മരണത്തെ മുഖാമുഖം കണ്ടുകിടക്കുന്ന മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട ഭാര്യയെ തിരുത്തിയിട്ട് പറയുന്നു, ലാ തഖൂലി ഹാകദാ, അങ്ങനെ പറയരുത് പെണ്ണേ, ഇന്ന് പറയേണ്ടത് വാ തറബാ, ഇന്നെന്തു സന്തോഷമാണ്, എന്ത് സമാധാനമാണ്, എന്ത് ആനന്ദമാണ്, ഇന്നെനിക്ക് സന്തോഷത്തിന്റെ ദിവസമാണ്. കാരണം എന്താണെന്നറിയോ? ഞാൻ മരിച്ചുപോയാൽ പോകുന്നത് എവിടേക്കാണ്? ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്കാണ്, ആ സ്വർഗീയ സദസ്സിലേക്കാണ്. അവിടെ വെച്ച് മുത്തുനബി തങ്ങളെ കാണാൻ എനിക്ക് കഴിയുമല്ലോ, അവിടുത്തെ പ്രിയപ്പെട്ട സ്വഹാബിമാരെ കാണാൻ, എനിക്ക് മുമ്പേ ഹബീബിന്റെ സദസ്സിലേക്ക് ചേർന്ന പ്രിയപ്പെട്ട സ്വഹാബിമാരെ സ്വർഗത്തിൽ വെച്ച് കാണാൻ എനിക്ക് കഴിയുമല്ലോ എന്നുള്ള പ്രതീക്ഷയാൽ വല്ലാത്ത സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ലോകത്തോട് വിട പറയുന്നത് എന്ന് മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു. കാരണം എന്തേ? ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം ഒരു ലഹരി പോലെ ആ മനസ്സിൽ പടർന്നു പിടിച്ചതാണ്. ലഹരി പല വിധത്തിലുണ്ടല്ലോ. ചില ആൾക്കാർക്ക് പെണ്ണിനോടായിരിക്കും ലഹരി, ചില ആളുകൾക്ക് കളിയോടായിരിക്കും ലഹരി. ഫുട്ബോള്, ക്രിക്കറ്റ്, അങ്ങനെയുള്ള കളികളോട് ലഹരി ബാധിച്ച ആൾക്കാരുണ്ടാവും. അതിനുവേണ്ടി എന്ത് ചെയ്യാനും, എത്ര പണം മുടക്കാനും, ഏത് പാതിരാത്രികളിൽ ഉറക്കമൊഴിക്കാനും, ആരുമായി തർക്കിക്കുവാനും അവര് തയ്യാറായിരിക്കും. അതൊരു ലഹരിയാണ്. ചില ആളുകൾക്ക് മയക്കുമരുന്ന് പോലെയുള്ള വസ്തുക്കളുടെ ലഹരിയുടെ പിടിയിൽ അകപ്പെട്ടു പോയവരുണ്ടാവും. എന്നാൽ ചില ആളുകൾ, അവർക്ക് സ്വലാത്തായിരിക്കും ലഹരി, അവർക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓർമ്മകളായിരിക്കും ലഹരി. അവർ വിജയിച്ചവരാണ് പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിന്റെ മഹത്തായ തൗഫീഖ് അവർക്ക് ലഭിച്ചില്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു നല്ല ജീവിതം അവർക്ക് ലഭിക്കുമായിരുന്നില്ല. കാരണം എന്താണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടതെല്ലാം മഹത്വമുള്ളതാണ്. അവിടുന്ന് പിറന്ന മക്കയാണ് ഏറ്റവും മഹത്വമുള്ള നാട്. അവിടെ നന്ദി ഉറങ്ങുന്ന മദീനത്തെ മണ്ണാണ് ഏറ്റവും പവിത്രതയുള്ള മണ്ണ്. തുർബത്തുൽ മദീനത്തി മുഅ്മിനായ നാട്. മദീനത്തെ മണ്ണ് പോലും മുഅ്മിനാണ്. മദീനത്തെ മണ്ണ് പോലും മുഅ്മിനാണ്. എന്തൊരു വാക്കാണത്! ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ കാൽപാദങ്ങൾ പതിഞ്ഞ ആ മണ്ണിന് പോലും എത്ര മഹത്വമുണ്ട്. ഉഹദ് മലയെക്കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഉഹദ് മല സ്വർഗത്തിലാണ് എന്ന്. കാരണം എന്താണ്? അത് ഹബീബായ മുത്തുനബി തങ്ങളെ സ്നേഹിച്ച പർവ്വതമാണ്. എന്നാൽ മറ്റൊരു പർവ്വതമുണ്ട്, ജബലു ഐർ. ജബലു ഐർ നരകത്തിലെ പർവ്വതമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. കാരണം എന്താണ്? ഒരു യുദ്ധത്തിന്റെ നേരത്ത് ശത്രുക്കൾക്ക് ഒളിച്ചിരിക്കാൻ ആ ജബലു ഐർ ഒരു കാരണമായി എന്നുള്ളതാണ്. അത് നരകത്തിന്റെ പർവ്വതമാണ്. എന്നാൽ ഉഹദ് പർവ്വതം സ്വർഗത്തിന്റെ പർവ്വതമാണ്. കാരണം എന്താ? അത് മുത്തുനബി തങ്ങളെ സ്നേഹിച്ച പർവ്വതമാണ്. ഉഹദ് മലയിൽ ഇന്നുമുണ്ടേ എൻ റസൂലിൻ ഗന്ധമേ, ഉരുകും മനമിൽ എന്നുമുണ്ടേ ആ സ്വലാത്തിൻ ബന്ധമേ. ഉഹദ് മലയിൽ ഇന്നുമുണ്ടേ എൻ റസൂലിൻ ഗന്ധമേ, ഉരുകും മനമിൽ എന്നുമുണ്ടേ ആ സ്വലാത്തിൻ ബന്ധമേ. ചൊല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിറന്ന മക്ക ഏറ്റവും മഹത്വമുള്ള നാടാണ്. അവിടെ നന്ദി ഉറങ്ങുന്ന പരിശുദ്ധമായ മദീനത്തെ മണ്ണ് ഏറ്റവും പവിത്രതയുള്ള മണ്ണാണ്. അവിടുത്തെ പരിശുദ്ധമായ മസ്ജിദുൻ നബവി മറ്റു മസ്ജിദുകളെക്കാൾ 1000 ഇരട്ടി പ്രതിഫലമുള്ള പള്ളിയാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉംറ ചെയ്യാൻ വേണ്ടി ഇഹ്റാം ചെയ്ത ജഅറാനയിൽ വെച്ച് ഉംറ ചെയ്തുകൊണ്ടൊരാൾ, അവിടെ വെച്ച് ഇഹ്റാം ചെയ്തുകൊണ്ടൊരാൾ ഉംറ ചെയ്താൽ അതിന് ഹജ്ജിന്റെ പ്രതിഫലമുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടതിനെല്ലാം മറ്റുള്ളതിനേക്കാൾ വല്ലാത്ത മഹത്വമുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ഈ അവസാനം പറഞ്ഞത്. മക്കയിലുള്ള ആളുകൾക്ക് ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം ചെയ്യാൻ വേണ്ടി അവർ പുറത്തേക്ക് 2-3 സ്ഥലങ്ങളിലേക്ക് പോവാം. ഒന്ന് തൻഈമിലേക്ക് പോകും. തൻഈം എന്ന് പറയുന്നത് ഹറമിന്റെ തൊട്ടടുത്താണ്. ആയിഷ ബിവി റളിയല്ലാഹു അൻഹ ഇഹ്റാം ചെയ്തത് അവിടെയാണ്. അതുപോലെ ജഅറാനയിലേക്ക് പോകും, ഹുദൈബിയയിലേക്ക് പോകും. ജഅറാന എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹ്റാം ചെയ്ത സ്ഥലമാണ്. നബി തങ്ങൾ ഇഹ്റാം ചെയ്ത സ്ഥലത്ത് നിന്ന് ഇഹ്റാം ചെയ്തുകൊണ്ട് ഉംറ ചെയ്യുകയാണെങ്കിൽ ഹജ്ജിന്റെ കൂലിയാണ്. ഒന്ന് ഓർത്തു നോക്കൂ പ്രിയപ്പെട്ടവരെ, അവിടുത്തെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും മഹത്വമുണ്ട് എന്നതിന്റെ ഒരു ഉദാഹരണമാണത്. അവിടത്തേക്ക് അല്ലാഹു ഇറക്കി കൊടുത്ത പരിശുദ്ധമായ ഖുർആൻ ഏറ്റവും അഫ്ളലായ ഗ്രന്ഥമാണ്. അവിടുന്ന് നേതൃത്വം നൽകുന്ന ഈ ഉമ്മത്ത് ഏറ്റവും അഫ്ളലായ ഉമ്മത്താ. അവിടുന്ന് പിറന്ന പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12ന്റെ രാവ് ഏറ്റവും അഫ്ളലായ രാവാണ്. ലൈലത്തുൽ ഖദറിനേക്കാൾ മഹത്വമാണ് എന്ന് പറഞ്ഞാൽ എല്ലാ കൊല്ലവും ആവർത്തിച്ചു വരുന്ന റബീഉൽ അവ്വൽ 12 ആ മഹത്വമുണ്ട് എന്നല്ല പറഞ്ഞതിനർത്ഥം. കൃത്യമായി 1400-1500 കൊല്ലങ്ങൾക്ക് മുമ്പ്, കൃത്യം 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ വിരുന്നു വന്ന ആ റബീഉൽ അവ്വൽ 12 ആമി നബി റളിയല്ലാഹു അൻഹ പൊന്നുമോന് ജന്മം കൊടുത്ത ആ ഒറ്റ രാത്രി, പിറ്റേ വർഷങ്ങളിൽ ആ മഹത്വമുണ്ട് എന്നതിനർത്ഥമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ആ രാത്രിക്ക് ലൈലത്തുൽ ഖദറിനേക്കാൾ മഹത്വമുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. അപ്പൊ അതിലേക്ക് ഒരു കാര്യം കൂടി നമുക്ക് ചേർത്ത് വെക്കാം. ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നെഞ്ചേറ്റുന്ന ഏതെല്ലാം ഖൽബുകളുണ്ടോ, ആ മഹത്തായ ഓർമ്മകൾ മനസ്സിലേറ്റുന്ന ആ ഏതെല്ലാം ജീവിതങ്ങളുണ്ടോ, ആ ജീവിതങ്ങൾ വല്ലാത്ത അനുഗ്രഹീതമാണ്. ആ കൽബുകൾ വല്ലാതെ അനുഗ്രഹം ലഭിച്ച ഹൃദയങ്ങളാണ്, വല്ലാതെ തൗഫീഖ് ലഭിച്ചവരാണ്, ജീവിതത്തിന്റെ വിജയമെന്തോ എന്നറിയുന്നവരാണ്. അല്ലാഹുവേ, ആ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തണേ തമ്പുരാനെ. മദീനത്തെ മലർ മണ്ണിൽ മരതക മണലിന്റെ കവിളിൽ ചുണ്ടു ചേർത്തൊരു ചുംബനം ഞാൻ കാത്തിരിപ്പുണ്ട്. മഹാരാജ റസൂലെന്നെ മാടി മാടി വിളിച്ചു കണ്ട് മഹിത ഭൂമിയിലൊന്നു ചേരണ പൂതിയും പൂണ്ട്. നമ്മുടെ പ്രയാസങ്ങൾ ഏറ്റുപറയാൻ, നമ്മുടെ പാപങ്ങളുടെ മാറാപ്പുകൾ ഇറക്കി വെക്കാൻ, നമ്മുടെ വേദനകൾ ചെന്നു പറയാൻ, പരാതികളുടെ നടുക്കടലിൽ പെട്ടുകൊണ്ട് പ്രയാസപ്പെടുന്ന നേരത്ത് അഭയം തേടാൻ ആ മദീനയല്ലാതെ മറ്റേത് അഭയമുണ്ട് പ്രിയപ്പെട്ടവരെ? ആ മഹത്തായ ആശയമല്ലേ ഇമാമുൽ ബൂസീരി റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഖസീദത്തുൽ ബുർദയുടെ അവസാനത്തിൽ ലോകത്തോട് പഠിപ്പിച്ചു കൊടുത്തത്? യാ അക്റമൽ ഖൽഖി മാ ലിമൻ നാലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹദീസിൽ ആമിമി മൗലായ. ഉറക്കെ ചൊല്ലു പ്രിയപ്പെട്ടവരെ, നമ്മൾ അവസാനത്തിലേക്ക് കടക്കുകയാണ്. ഉറക്കെ ചൊല്ലണേ. അലാ ഹബീബിക ഖൈർ കുല്ലിഹിം വലയളിഖ റസൂലല്ലാഹി ജാഹുക ബി ഇദൽ കരീമു തഹല്ല ബിസ്മി മുൻതഖിമി. ചൊല്ലു മൗലായ.